Song number 3 from Malayalam song. യേശുവിന്റെ തിരുനാമത്തിനു എന്നും എന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിനു എന്നും എന്നും സ്തുതി സ്തോത്രമേ. വാനിലും ഭൂമിയിലും മേലായ നാമം വന്ദിത വല്ലഭ നാമമത്. വാനിലും ഭൂമിയിലും മേലായ നാമം വന്ദിത വല്ലഭ നാമമത്. ദൂതവാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതവാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിനു എന്നും എന്നും സ്തുതി സ്തോത്രമേ. പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നൊരു നാമമത്. പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നൊരു നാമമത്. പരലോകത്തിൽ ചേർക്കും നാമമത്. പരലോകത്തിൽ ചേർക്കും നാമമത്. യേശുവിന്റെ തിരുനാമത്തിനു എന്നും എന്നും സ്തുതി സ്തോത്രമേ. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത്. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. യേശുവിന്റെ തിരുനാമത്തിനു എന്നും എന്നും സ്തുതി സ്തോത്രമേ. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. ഭയമുറ്റുമകറ്റിടും നാമമത്. ഭയമുറ്റുമകറ്റിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിനു എന്നും എന്നും സ്തുതി സ്തോത്രമേ. Praise Him, Jesus our blessed Redeemer. Sing, O His wonderful love proclaim. Hail, hail, high as archangels in glory, splendor and honor, give to His holy name. Like a shepherd, Jesus will guard His children.
song. Praise Him, Jesus our blessed Redeemer. For our sins He suffered and bled and died. He our rock, our hope of eternal salvation. Hail Him, Jesus the crucified. Loving Savior, meekly enduring sorrow, proud with thorns that cruelly pierced His brow. Once more as rejected, despised and forsaken, Prince of glory, ever triumphant now. Praise Him, Jesus our blessed Redeemer. Heavenly portals, loudly hosannas ring. Jesus, Savior, reigneth forever and ever. Crown Him, prophet and priest and king. There is vanquished, telling with joy faithful, where is now thy victory boasting grave? Jesus lives no longer, thy portals are cheerless. Jesus lives, the mighty and strong to save. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. God's name be glorified. എൻ്റെ പേര് ഷാജി തോമസ്. ഞാൻ വെസ്റ്റ് ബംഗാളിൽ സമുദ്ര എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. I am serving the Lord in West Bengal in Samarthala. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 4 പേരാണ്, ഭാര്യയും 2 മക്കളും ഞാനുമാണ്. എൻ്റെ ഭാര്യയും മകനും ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇവിടെ 2 ആഴ്ച ആരാധനയ്ക്ക് കടന്നു വരാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് ഞാനും എൻ്റെ മകളും ഇവിടെ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകി. We are a family of 4, me, my wife and my 2 children. My wife and son had previously come here last year, and this morning I am happy that we as a family are able to join. 2002 മുതൽ കർത്താവിൻ്റെ വേലയിൽ ഓർണമെന്റിൽ ബംഗാളിൽ ആയിരിക്കുന്നു. And since 2002 I have been in serving the Lord in West Bengal. അവിടെ പ്രധാനമായിട്ടും ഞാൻ ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശമാണ്. അവിടെ ആദിവാസികൾ കൂടുതലായിട്ട് വസിക്കുന്ന ഒരു ഏരിയയാണ്. And the region where I am serving, it is more of a village and a lot of Adivasi people who are staying there. അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്തിരിക്കുന്ന ബംഗാളി ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും ധാരാളമായിട്ടുണ്ട് ആ പ്രദേശത്ത്. And there are also a lot of people from Bangladesh of the Hindu community who are staying there. അപ്രകാരമുള്ളൊരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് ആക്ച്വലി ആ പ്രദേശത്തുള്ളത്. So we have quite a mixed community staying in that village. അവിടെ ഉള്ള പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അവിടെ ബോഡോ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് കുറച്ച് കുടുംബങ്ങൾ ഞങ്ങളോടൊപ്പം ചെയ്യുവാനും അവിടെ ഒരു ചെറിയ കുടിവരവ് ആരംഭിക്കുവാനായിട്ടും ദൈവം ഇടയാക്കി. And there are a few families from the Bodo tribal group, and they have joined with us, and we have a small fellowship there. പഴയ ആളുകൾക്കൊക്കെ അറിയാം, ബോഡോ തീവ്രവാദികളെ കുറിച്ച് അവർ വളരെ ഭയങ്കരന്മാരായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. You know about the Bodo people, they are quite notorious for being violent, and they used to even produce violence and loot the people.
ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവരെന്താണോ വിശ്വസിക്കുന്നത് അതിനു വേണ്ടിയും അവരുടെ ജാതിക്ക് വേണ്ടിയും അവര് കൊല്ലുവാനും മരിക്കുവാനും തയ്യാറായിട്ടുള്ള ഒരു വിഭാഗമാണ്. And they are a group of people who are not afraid of death. They are ready to even kill and even to die. അവരിൽ നിന്ന് മുമ്പോട്ട് വരിക, കർത്താവിനെ വിശ്വസിച്ച് മുമ്പോട്ട് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അവർ കർത്താവിനെ കൊണ്ടുവരിക എന്നുള്ളത്. And it is a very big miracle that people from this group have come to know the Lord. സാധാരണഗതിയിൽ മറ്റുള്ള ആദിവാസി ഗ്രൂപ്പുകൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, അതുപോലെ നേപ്പാളികൾ ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ. Generally, there are other groups, Nepalis, and they are more easy to respond to the gospel. പക്ഷേ കർത്താവ് ഞങ്ങൾക്ക് കൂട്ടുസഹോദരങ്ങളായിട്ട് തന്നിരിക്കുന്ന ഈ ബോഡോ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. But the brothers that the Lord has given to us is from the Bodo community. ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ നിന്നും ഒരു സഹോദരൻ വേലയ്ക്കായിട്ട് വേർതിരിയും താൻ പ്രവർത്തിച്ച് ഇപ്പോൾ നല്ലൊരു സഭ അടുത്ത സിലൂടി പ്രദേശത്ത് വീണ്ടും ആരംഭിക്കാനായിട്ട് ഇടയാക്കി തന്നിട്ടുണ്ട്. One of these Bodo brothers, he is now also serving the Lord, and he has also established a small fellowship in Siliguri. ഇതാണ് ഞങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ സാക്ഷ്യമായിട്ട് പറയാനായിട്ടുള്ളത്. അതേപോലെ അവിടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഡോർ ടു ഡോർ പോയി വചനം അറിയിക്കാൻ വളരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. And if we tell about the work that is done there, earlier we used to go door to door and we had the freedom to do that. എന്നാൽ ഇപ്പോൾ സുവിശേഷ വിരോധികൾ വളരെ അണ്ടർഗ്രൗണ്ട് വർക്ക് നടത്തുന്നതിനാൽ അങ്ങനെ അപ്രകാരം ചെയ്യുന്നത് അത്ര നല്ലൊരു ഇതല്ല. But now the situation is not that favorable, and there are a lot of forces that are anti-gospel. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് കൂടുതലും ടീം വർക്കാണ് ഇപ്പോൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പണുകൾ നടത്തുവാൻ ഞങ്ങൾക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. കവലകളിലെല്ലാം പോയി നിന്ന് ടീമായിട്ട് നിന്ന് സുവിശേഷം സ്നേഹിക്കുക, അതിൽ നിന്നും അത് കിട്ടുന്ന കോണ്ടാക്റ്റുകളെ പിന്നീട് ഫോളോ അപ്പ് ചെയ്യുക, ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി. We do still have the freedom to preach in a public place, so we do preach and have open air meetings, and whatever context we get, we then follow with them. അതായത് പബ്ലിക്കലി ഇപ്പോഴും ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. എന്നാൽ ഒറ്റയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും അവർ ശ്രമിക്കുന്നുണ്ട്. And if we are doing it as a group, there will be more safety, but if I am alone doing it in public, there will be a chance of danger. ആ പ്രദേശത്തെ കുറിച്ച് പ്രാർത്ഥന ഓർക്കുക. കാരണം അവിടെയുള്ള ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ വളരെ നല്ല വർക്ക് നടക്കുന്നുണ്ട്. ഒത്തിരി ചർച്ചുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സഹോദരന്മാർ മാത്രമല്ല, മറ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും ധാരാളമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ആദിവാസികൾക്കിടയിൽ. And there is a lot of ministry that is happening among the people there, the tribal people there, and do pray for that region of West Bengal. എന്നാൽ ബംഗാളികൾക്കിടയിൽ പ്രവർത്തിക്കുവാനായിട്ട് അധികം പേരില്ല. കാരണം അവർക്കിടയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, അവര് അത്ര പെട്ടെന്ന് സ്വീകരിക്കുകയില്ല. But there is not much work happening within the Bengali community there, because they are not very responsive to it. അവർ കുറച്ചുകൂടെ അവർ തങ്ങളെ തന്നെ ബംഗാളികൾ ശ്രേഷ്ഠന്മാരായിട്ടാണ് കരുതുന്നത്. അവര് കുറച്ചുകൂടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന് ഭാവിക്കുന്ന ഒരു കുട്ടിയാണ്. നമുക്കറിയാം, ഇന്റലക്ച്വൽ ആയിട്ട് വളരെ മുൻപതിലുള്ള ഒരു വിഭാഗമാണ് ബംഗാളികൾ. The native Bengali people from there, they do have little thinking that they have everything, they do not need anything else from outside, and we know that they are also intellectually in a higher level. ഇന്ന് കേരളത്തില് പൊതുവെ നമ്മൾ ബംഗാളികൾ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് ജോലിക്കായിട്ട് കടന്നു വരുന്നവരാണ്. അവരെല്ലാം യഥാർത്ഥ ബംഗാളികൾ എന്നുള്ളത് മനസ്സിലാക്കണം. The Bengali in Kerala that we see, they are not the actual native Bengalis of India. അവരിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശിൽ നിന്നെല്ലാം കടന്നു വന്നിരിക്കുന്ന ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളാണ്. അവരാണ് അവിടെ ജോലിക്കായിട്ട് കടന്നു വരുന്നത്. Most of those are the Bangladeshi refugees who come to seek jobs in Kerala. ഒറിജിനൽ ബംഗാളീസ് അവർ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. And the native Bengalis of India, they have a feeling that they are higher above and they are living in a higher standard. അവർ പെട്ടെന്ന് സുവിശേഷം സ്വീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളല്ല. കാരണം അവർക്ക് അവരുടേതായ രീതികളുണ്ട്. അവർ കരുതുന്നത് ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഞങ്ങൾ
സായുധമാക്കിയിരിക്കുന്ന ചിന്താഗതിയാണ് അവർക്കുള്ളത്. And they will not be very responsive to the gospel when it is shared because they feel that they have all what they need and they have no need of anything. അതുപോലെ ജാതി സമ്പ്രദായം വളരെ അധികമായിട്ട് അവിടെ പ്രാവർത്തികമായിട്ടുള്ള ഒരു സ്ഥലമാണ്. And there is also a place where caste is very important. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവർക്കിടയിൽ കടന്നു നിന്ന് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് സാധ്യമല്ല. So it is not very easy to preach the gospel to them. അതുകൊണ്ട് തന്നെ മറ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലുള്ളവർ അവർക്കിടയിൽ കടന്നു പോകാൻ ശരിക്കും പേടിക്കാറുണ്ട്, കടന്നു പോകാൻ അവർക്ക് സാധിക്കാറില്ല. And the other Christian groups, they are not able to even access them. അതുകൊണ്ട് ഞങ്ങള് നമ്മളോടൊപ്പം കുറച്ച് ബംഗാളി ക്രിസ്ത്യൻ സഹോദരന്മാരുണ്ട് നമ്മളോട്. അവരും ഞങ്ങളെല്ലാം ചേർന്ന് ഒരു ടീം വർക്കായിട്ട് കൂടുതലും ബംഗാളികൾക്കിടയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. There are a few Bengali brothers who are associated with us, and with them we try to contact the Bengali community as a team. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് അവർ ആ ഒരു ജാതിയുടെ നിലയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ അവർ നോക്കാനായിട്ടൊരു അവസരം കൊടുക്കാറില്ല. And generally they are not very receptive because of the caste system there. കാരണം അവരുടെ രീതിയും കൾച്ചറും എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാൻ ഉള്ള ഒരു പ്രവർത്തന രീതി ആയതുകൊണ്ട് അവർ ഞങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കാറുണ്ട്. And because of the Bengali brothers associated with us, they do try to associate with us. അതുകൊണ്ട് അവർക്ക് എതിർപ്പും ആദ്യം പ്രകടിപ്പിക്കാറില്ല. So they don't oppose so much. പക്ഷെ അവര് സുവിശേഷം സ്വീകരിക്കുക എന്നുള്ള കാര്യത്തോട് വരുമ്പോഴാണ് അവർക്ക് വിമുഖത ഉണ്ടാകുന്നത്. But when we ask the response to the gospel, they do not have a ready response to it. എന്നിരുന്നാലും വളരെ ചുരുക്കമായിട്ടാണെങ്കിലും കുറച്ച് പേർ മുമ്പോട്ട് വരാൻ ഇടയായി തീർന്നിട്ടുണ്ട്. Though few, but there are very few people who have come forward in positive response. ഞങ്ങൾ താമസിക്കുന്നത് ശരിക്കും നമ്മുടെ ബംഗ്ലാദേശിനും ഭൂട്ടാനും ഇടയിലുള്ള ഒരു കോറിഡോർ പോലെയുള്ള ഭാഗത്താണ്. ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്താണ്. We are staying in a place which is near the Bangladesh and Bhutan border. It is called the ചിക്കൻ നെക്ക്. It's called as the chicken neck of India. അത് വളരെ വീതി കുറഞ്ഞ ഒരു ഏരിയയാണ്. 20 കിലോമീറ്റർ ഞങ്ങൾ താമസിക്കുന്ന 20 കിലോമീറ്റർ പോയാൽ ഭൂട്ടാൻ, 20 കിലോമീറ്റർ പോയാൽ ബംഗ്ലാദേശ്. So the region of India, it is very small in the thickness of that area because very nearby Bhutan and Bangladesh are there. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന്റെ കൾച്ചറിന്റെ അതിപ്രസരം ആ പ്രദേശത്തുണ്ട്. We are closer to the Bangladesh area. അവിടെ സംസാരിക്കുന്ന ഭാഷ ബംഗാളി ആണെങ്കിലും ബംഗ്ലാ ഭാഷയിൽ പോലും ബംഗ്ലാദേശിന്റെ ചുവയാണുള്ളത്. And the language that is spoken though, even though it is Bangla, but it is still having the flavor of Bangladesh. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പഠിച്ചതും ഉപയോഗിക്കുന്നതുമായ ബംഗാളി സൗത്ത് ബംഗാളിലെ കൽക്കട്ട ഭാഗത്തേക്ക് പോയി സംസാരിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ അത്ഭുതത്തോടെ നോക്കും. So if we speak in our tongue there in Calcutta, they will look at us that what kind of Bengali is this? അപ്പോൾ വിശേഷമായിട്ട് പ്രാർത്ഥിക്കുക. വളരെ വലിയ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് 9 കോടിയോളം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു വലിയ സ്റ്റേറ്റ് ആണ്. എന്നാൽ സഭകൾ വളരെ ക്രിസ്ത്യൻ പ്രസൻസ് വളരെ കുറവുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് ബംഗാൾ. West Bengal is a big state. There are more than 9 crore people living there, yet the Christian presence is quite less. എനിക്ക് തോന്നുന്നത് 3-4% മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ പ്രസൻസ് അവിടെ. Only around 3 to 4% of the people are Christians. എന്നാലും നമുക്കറിയാം വളരെ ആദ്യകാലങ്ങളിൽ തന്നെ സുവിശേഷ പ്രചാരണം നടന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ബംഗാൾ. But we also know that when the first missionaries they came, Bengal was the place where a lot of ministry had happened. പക്ഷെ എന്നാൽ തന്നെയും അതിനനുസൃതമായിട്ടുള്ള വളർച്ച അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. But the truth is that in spite of that, there is not much Christian presence there. ധാരാളമായിട്ട് അവരെക്കുറിച്ച് ഒരു ഭാരം എല്ലാവർക്കും ഉണ്ടാകണം, പ്രാർത്ഥിക്കണം. അനേകർ ഇനി മുമ്പോട്ട് വരുവാൻ, അനേകർ വേലയ്ക്കായിട്ട് കടന്നു വരുവാനും അനേകരെ നേടുവാൻ ഇതിലൂടെ ഇടയാക്കണം പ്രാർത്ഥിക്കണം. To pray that there would be many workers ready to work in this field. നമുക്ക് അല്പം നേരത്തെ ഇതൊക്കെയായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 19-ാം അധ്യായത്തിലേക്ക് പോകാം.
today's meditation, we turn to Luke chapter 19. Luke 19. അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Verse 1 to 10. അവൻ യെരിഹോയിലെത്തി കടന്നുപോകുമ്പോൾ ചുമട്ടുകാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നിവരോട് ചോദിച്ചു, യേശു ഇങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് ഉച്ചാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാലേ അവൻ മുമ്പോട്ട് ഓടി അവരെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങിവ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പുറപ്പെടുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിലെ രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. വായിച്ച വേദഭാഗം മാത്രം നാം മഹത്വപ്പെടുമാറാകട്ടെ. May God be glorified by this scripture. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ്. We often heard this very familiar portion. ഇവിടെ സക്കായി എന്ന വ്യക്തിയെക്കുറിച്ചും തൻ്റെ ജീവിതത്തിലുണ്ടായ ആ പരിവർത്തനത്തെക്കുറിച്ചും ഒക്കെയാണ് വിവരിക്കുന്നത്. This talks about the tax collector Zacchaeus and the life transformation. നമുക്കറിയാം, മനുഷ്യൻ ഇന്ന് ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കാര്യമാണ് കരം കൊടുക്കുക എന്നുള്ളത്. കാരണം വളരെ കഷ്ടപ്പെട്ട് ധനം സമ്പാദിക്കുന്ന വ്യക്തി തൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം അതിൻ്റെ ഏറിയ പങ്കും കരമായിട്ട് അടയ്ക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട്, വിഷമം, അത് എല്ലാവരും തന്നെ അനുഭവിക്കുന്നതാണ്. We know that nobody likes to pay a lot of tax. The hard-earned money that they earn, when a lot percentage is given to the government, nobody likes that. പലരും പല രീതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമങ്ങൾ നടത്താറുണ്ട്. And many do try to make use of all the loopholes to avoid tax. ഇന്ന് അങ്ങനെയുള്ളവർക്ക് ഒരു പേടി സ്വപ്നമായിട്ട് ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ, അവരുടെ പോലെ തന്നെയാണ്. And there's an organization called ED to stop that. ആരും തന്നെ സത്യത്തിൽ ഈ കരം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ എത്ര നല്ല വിശ്വാസിയാണെങ്കിൽ പോലും ഒരു പരിധി വരെ ഈ കരം കൊടുക്കുന്ന, ടാക്സ് കൊടുക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും മനസ്സിനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക സ്വാഭാവികമാണ്. And even though even believers, they also feel sad when they have to give tax to the government. ഇന്നും ഇപ്പോഴുള്ള കാര്യമല്ല, ഇത് ആരംഭകാലം മുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബൈബിളിലും സുവിശേഷത്തിലും ഇത് ഈ കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, കരഗ്രാഹിയായ സക്കായിയെ കുറിച്ച്. And in the Bible also, the attitude of the people we see, it was very bad towards the tax collectors. റോമൻ ഭരണത്തിന്റെ അധീനത്തിലുള്ള ആ സമയത്ത് അവരുടെ കരം പിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അവര് ഡയറക്റ്റ് ആ പരിപാടി ചെയ്യുന്ന ഒരു ഇതല്ലായിരുന്നു. And the region of Judea was ruled by Rome, and they didn't pay taxes directly to the Roman people. അവരാരെങ്കിലും ആ പ്രദേശത്തുള്ള ആർക്കെങ്കിലും അത് ലേലത്തിലൂടെ കൈമാറുകയും പിന്നീട് അവരാണ് ആ കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. They would give this job to some of the local people there who are Judeans, and they would do this for the government of Rome. അത് തീർച്ചയായും വളരെ നല്ലവരായിട്ടുള്ള ആളുകളൊന്നും അല്ല ഇപ്രകാരമുള്ള ജോലികൾ ഏറ്റെടുത്തിരുന്നത്. And the people who took up this job, they were not that great in society, because they were kind of working against the people there and for the Roman government. അവരൊരു നിശ്ചിത തുക റോമൻ ഗവൺമെന്റിന് കെട്ടിവെക്കുകയും അത് തുടർന്ന് സാധാരണ ജനങ്ങളിൽ നിന്ന് അധിക തുക ഈടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പതിവായിരുന്നു. And it was general practice. The tax collector, they had to submit a fixed amount to the Rome, but they used to gather more from the people. അതുകൊണ്ടാണ് സക്കായിയെ കുറിച്ച് ലോകത്തിന്റെ കാഴ്ചപ്പാട് അവൻ പാപിയായ ഒരു മനുഷ്യൻ. And that's why the people, the society, they considered Zacchaeus to be a sinner. അങ്ങനെയുള്ള ഒരു വ്യക്തി സക്കായി
താൻ യേശു കർത്താവ് എരിഹോവിൽ വരുന്നു എന്ന് കേട്ടപ്പോൾ അത് എങ്ങനെയുള്ളവർ എന്ന് കാണുവാനായിട്ട് വളരെയധികം ആഗ്രഹിച്ചു. And this was Zacchaeus, and when he heard about Jesus coming to Jericho, he was very curious to see him. ഇത് തന്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം മനുഷ്യരുടെ കയ്യിൽ നിന്നും പണം അന്യായമായിട്ട് ഈടാക്കി ധനവാനായി തീർന്ന ഒരു വ്യക്തി, എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ യേശു കർത്താവിനെ കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. And if we look at Zacchaeus, we understand that he is pretty rich. He has duped many people and he has become rich, and financially he is in no need of anything. അല്ലെങ്കിൽ തനിക്ക് യാതൊരു രോഗമുള്ളതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടോ ഇവിടെ പറയുന്നില്ല. Neither do we see that he is having any disease or any such need. So we don't see any need for him to go and look for Jesus. അതായത് താൻ എല്ലാം നേടിയതിനു ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. കർത്താവ് യേശു ക്രിസ്തു ആകാംക്ഷയാണ് തനിക്ക് യേശുവിനെ കുറിച്ച് കേട്ടിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് തന്നെ കുറിച്ച് കാണുവാനുള്ള ഒരു ആകാംക്ഷ മാത്രം. So he already had, from this world's perspective, he had health, he had wealth, he had everything, but yet he wanted to see Jesus. He was curious to see the man Jesus. നല്ലോടെ പറയുന്ന വളർച്ചയിൽ കുറിവേനാകൊണ്ട് പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. It's written here that because of his short stature, he was not able to see Jesus. കർത്താവിനെ കാണുന്നതിന് വേണ്ടി താൻ കാട്ടത്തിന്മേൽ കയറി എന്ന് ഇവിടെ പറയുന്നു. And that's why he climbed up the sycamore tree. അതിനുശേഷം നമുക്ക് കാണാം, അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടാകുന്നു എന്ന് അവനോട് പറഞ്ഞു. And when Jesus reached that place, he looked up and he told Zacchaeus, Zacchaeus, come down, today I am going to stay at your house. തുടർന്ന് ഇവിടെ പറയുന്ന ഭാഗങ്ങള് വായിച്ചു വരുമ്പോൾ കർത്താവ് തന്നെ വിളിച്ചു, താൻ ഇറങ്ങി വന്നു, തന്റെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങളെ കുറിച്ചാണ്. And Zacchaeus came down hastily and Jesus received, and then we see a change in Zacchaeus' life. ഇതിനു മുമ്പ് ഒരിക്കലും സക്കായി യേശുവിനെ കണ്ടിട്ടില്ല. Before this, Zacchaeus has never seen Jesus. തന്റെ ഉപദേശങ്ങൾ കേട്ടിട്ടില്ല. He has not even heard him speak directly. അല്ലെങ്കിൽ രക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയെ കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ല. He has not heard of his need for salvation either. അല്ലെങ്കിൽ യേശു കർത്താവിന്റെ യാതൊരു വിധമായുള്ള ഉപദേശങ്ങൾ കേൾക്കുകയോ അതിനനുസരിച്ച് ജീവിതത്തിൽ വ്യതിയാനങ്ങൾ വരികയോ ഉണ്ടായിട്ടില്ല. And he has not been attracted by the teachings of Jesus and a desire for changing his life. അദ്ദേഹം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും കർത്താവ് ധാരാളം രോഗികൾക്ക് സൗഖ്യം നൽകിയതിനെ കുറിച്ച്. Probably he heard that Jesus was a man who used to heal many of the sick people. ധാരാളം പേർക്ക് ഭക്ഷണം നൽകിയതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. Might have heard of the miracles that this person has done. അതാ ഒരുപക്ഷെ തനിക്ക് ആകാംക്ഷ ഉണ്ടായത്. And that is probably why he was curious to see him. അതുകൊണ്ടാണ് കർത്താവിനെ കാണാനായിട്ട് ബന്ധപ്പെട്ട മരത്തിന് മുകളിൽ കയറിയത്. That's why he climbed up the tree to see him. പക്ഷെ എന്നാല് കർത്താവിന്റെ ഉപദേശങ്ങളൊന്നും കേൾക്കാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ യേശു കർത്താവ് തന്നോട് ഇറങ്ങി വാ, ഇന്ന് ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നുള്ള ആ ഒറ്റ വിളിയിൽ തന്റെ ജീവിതത്തിൽ വന്ന വ്യതിയാനങ്ങൾ. But even though he didn't previously hear of what Jesus' teachings were, yet when Jesus called him, today I must stay at your house, look at his response. പക്ഷെ എന്നാല് നമുക്ക് ഇതേ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന വ്യതിയാനങ്ങളും അതുപോലെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മലമുകളിലെ ഉപദേശങ്ങളുമായിട്ട് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകളെക്കുറിച്ച് നമുക്ക് വളരെയധികം ചിന്തിക്കാനായിട്ടിടയാകും. But if we compare the teachings of Jesus and the transformation in Zacchaeus' life, we can draw many parallels. നമുക്ക് അതിന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ. Let's turn to the Sermon on the Mount, Matthew chapter 5, verse 3 to 7. 3 to 7. Blessed are the poor in spirit, for theirs is the kingdom of heaven. Blessed are they that mourn, for they shall be comforted. Blessed are the meek, for they shall inherit the earth. Blessed are they which do hunger and thirst after righteousness, for they shall be filled. Blessed are the merciful, for they shall obtain mercy. ഇവിടെ പറയുന്ന പ്രകാരമുള്ള ഒരു കാര്യങ്ങളും തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയല്ല.
all the things that are mentioned here, we cannot attribute these to Zacchaeus. സ്വർഗ്ഗരാജ്യത്തിന് അവകാശമാകാൻ തക്കവണ്ണം യാതൊരുവിധമായ യോഗ്യതയും തന്റെ ജീവിതത്തിലില്ല. So there is no, he cannot claim any right to be a part of the kingdom of God. കർത്താവിന്റെ ഉപദേശം അനുസരിച്ച് പഠിപ്പിക്കുന്നതനുസരിച്ച് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വിഷയം ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. We look at all of these statements. We do not see Zacchaeus fitting that. ഇതെല്ലാം സഖായിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ തന്റെ നമുക്കറിയാതെ ഏറ്റവും വിരുദ്ധമായ രീതിയിലാണ് തന്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. See, Zacchaeus was not poor in spirit. He was not one who was mourning. He was not meek. He was not hungry or thirsty for righteousness. ഇവിടെ പറയും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇവിടെ സഖായിയുടെ ജീവിതത്തിൽ ദുഃഖം എന്നുള്ളതില്ല. കാരണം സഖായി മുഖാന്തരം മറ്റുള്ളവരാണ് ദുഃഖിക്കുന്നത്. And we don't see Zacchaeus is the one who is sad. Instead, other people are sad because of him. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. എന്നാൽ സഖായിയുടെ ജീവിതത്തിൽ സൗമ്യത എന്നൊരു വാക്കില്ല. കാരണം താൻ മറ്റുള്ളവരെ മേൽ എങ്ങനെ അവരെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ച് അവരിൽ നിന്നും അന്യായമായിട്ട് പണം ഈടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. And Zacchaeus is the one who is not meek. He is someone who is shrewd and he is trying to get more money out of the people. നീതിക്ക് വിഷം ദാഹിക്കുന്ന ഭാഗ്യവാന്മാർ. നീതി എന്നുള്ളൊരു സംഭവം സഖായിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അന്യായമായിട്ട് റോമക്കാർക്ക് പണം കൊടുത്ത് താൻ അവകാശം വാങ്ങിയതിനു ശേഷം അന്യായമായിട്ട് പിടിച്ചു വാങ്ങുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ ആളുകളെ ഞെക്കി പിഴിഞ്ഞ് കരം പിടിച്ചെടുക്കുന്ന ഒരു മനുഷ്യൻ. Neither is he hungry for righteousness because he is interested, he is greedy to get more money out of the people, more than what is required. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പക്ഷെ കരുണ എന്നൊരു വാക്കും ഒരു പക്ഷേ സഖായിയുടെ ജീവിതത്തിൽ ഇല്ല. Blessed are the merciful, but probably Zacchaeus was also not very merciful because he is greedy and he is not showing mercy to the other people. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ കുറിച്ച് ഇങ്ങനൊരു സാക്ഷ്യം പറയില്ലായിരുന്നു. അവൻ പാപിയായ ഒരു മനുഷ്യൻ. കാരണം ഇത് പറയുന്നത് അവിടെ കൂടിയിരിക്കുന്ന ആളുകളാണ്. അവരുടെ ജീവിതത്തിലുള്ള അനുഭവം കൊണ്ട് അവർ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് അവർ ഇങ്ങനൊരു സാക്ഷ്യം പറയുന്നത്. And the people there, they are recognizing that Zacchaeus is a sinner and it is because of his previous life that this has been done. ഇത് എന്റെ ഒരു ഭാവനയോ അല്ലെങ്കിൽ എന്റെ ഒരു ചിന്താഗതിയോ അല്ല, മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് തന്നെ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഉപദേശത്തിന് മലമുള്ള ഉപദേശങ്ങൾക്ക് അനുസൃതമായിട്ട് ഉള്ള യാതൊരു ഗുണങ്ങളും സഖായിയുടെ ജീവിതത്തിലില്ല. So we see that Zacchaeus is not a candidate who satisfies any of these conditions. ഇത് ഈ ഉപദേശങ്ങളൊന്നും സഖായി കേട്ടിട്ടില്ല. Zacchaeus has not heard these things either. എന്നിരുന്നാൽ തന്നെയും കർത്താവ് തന്നെ വിളിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ താൻ പശ്ചാത്താപമുള്ളവനായി മാറി. But when the Lord called him, he repented immediately. നമുക്ക് ആ കാര്യമാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. The reason I want to emphasize this is, let us also see if we have had an experience like this where we heard Christ's call and repented. സഖായി ഈ ഉപദേശങ്ങളൊന്നും കേൾക്കാതെ തന്നെ കർത്താവ് തന്നെ വിളിച്ച ഒറ്റ വിളിയാൽ തന്റെ പൂർണ്ണമായിട്ട് മനസ്സില് മാറ്റങ്ങൾ സംഭവിച്ചു. തന്റെ ജീവിതത്തില് പശ്ചാത്താപം അവിടെ ഉടലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. Even though Zacchaeus has not received any instruction or any of these teachings, yet with just one call of the Savior, his whole life changed. ആ പശ്ചാത്താപത്തിന്റെ പ്രതിഫലനം എന്ന രീതിയിൽ തുടർന്നുള്ള തന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ താൻ അത് അവിടെ തന്നെ തുടർന്ന് പ്രകടിപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. He shows the fruit of repentance there and there itself. We see the change in his life. പക്ഷേ നാം വചനം കേട്ടു ഈ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഒക്കെ വായിച്ച് നമുക്ക് നല്ല പരിചയമുണ്ട്. അതായത് മൗണ്ട് സെർമൺസ് നമ്മൾ പലപ്പോഴും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്രകാരമുള്ള ഒരു മാറ്റം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? We have heard the Sermon on the Mount, we have
read Matthew 5, 6, 7 so many times. But based on this, have we ever experienced a change in our life? നമുക്ക് ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം നമ്മുടെ ഉള്ളത്തെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമാണ്. It is a thing that we must examine after being saved. How much has His commands and His teaching affected our lives? സക്കായുടെ ജീവിതത്തിലുണ്ടായ വ്യതിയാനം എന്ന് പറയുന്നത് അത് വളരെ പെട്ടെന്നാണ്. And with respect to Zacchaeus, this change is immediate. അവിടെ അധികം സമയം വേണ്ടി വന്നിട്ടില്ല. It didn't take many years for him to change. തന്നിലുണ്ടായ പശ്ചാത്താപം, തന്നിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ ഇതെല്ലാം നമുക്ക് മുമ്പോട്ട് കാണിക്കുന്നത് താൻ അത് ഉടനെ തന്നെ അത് പ്രകടിപ്പിക്കുകയാണ്. And we see that he is showing this action immediately. അതാണ് നമുക്ക് പിന്നീട് നമുക്ക് കാണുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു സാക്ഷ്യമായിട്ട് എല്ലാവരുടെ മുമ്പാകെ വെളിപ്പെടുത്തുകയാണ്. ഇവനും അബ്രഹാമിന്റെ മകനായിരുന്ന ഈ വീട്ടിൽ രക്ഷ വന്നു. That is why the Lord Jesus Himself gives the testimony regarding Zacchaeus that he too is Abraham's son, and today's salvation has come. നമ്മളിൽ പലരും 10, 30, 40, 50 വർഷമൊക്കെ ആയിട്ടുള്ളവരുണ്ടാകാം. രക്ഷിക്കപ്പെട്ട് വചനം ക്രമമായിട്ട് പഠിക്കുകയും അത് പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. Many of us have been saved for many years, 30, 40 years, and we are quite experienced in the Word of God, and we also teach and preach for it. പക്ഷേ കർത്താവ് നമ്മൾ എത്ര പേരെ കുറിച്ച് ഈ സാക്ഷ്യം പറയാനായിട്ട് സാധിക്കും? കർത്താവ് നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുമെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. But how many of us can the Lord testify like this, that He too is the son of Abraham? ഇവിടെ വീണ്ടും നമുക്ക് ഒരു ഭാഗം കൂടി നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 39 മുതൽ 44 വരെയുള്ള ഭാഗങ്ങൾ. Read the same chapter, Matthew 5, 39 to 44. നിന്നോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെവിക്കത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതുക്കും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോവുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ സക്കായുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്കറിയാം, അവൻ താൻ സമ്പാദിച്ച് കൂട്ടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് തനിക്ക് താല്പര്യമായി. And we compare this, we compare it to Zacchaeus' life. Whatever the money he had made, he was ready to give it back to the people. 1 തിമോത്തിയോസ് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 17-19 വാക്യങ്ങൾ കൂടി ഇവിടെ വായിക്കാൻ നന്നായിരിക്കും. Along with this, let's read 1 Timothy 6:17 as well. 19. Charge them that are rich in this world, that they be not high-minded, nor trust in uncertain riches, but in the living God, who giveth us richly all things to enjoy. That they do good, that they be rich in good works, ready to distribute, willing to community, laying up in store for themselves a good foundation against the time to come, that they may lay hold on eternal life. അവിടെ പറഞ്ഞു, ഈ ലോകത്തിൽ ധനവാന്മാരുടെ ഉന്നത ഭാവം കൂടാതെ ഇരിക്കാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരുകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. ഇവിടെ ഈ പറയുന്ന പ്രകാരം നോക്കുമ്പോൾ സക്കായി തന്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട അതിനനുസൃതമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. And we look at these instructions, we see that Zacchaeus actually followed this command. അതായത് തനിക്കുള്ളതൊക്കെയും താൻ ദരിദ്രർക്കും അതുപോലെ തന്നെ അന്യായമായി പിടിച്ചു വാങ്ങിയവർക്ക് അത് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ താൻ താല്പര്യപ്പെടുന്നു. He was willing to share from his money, and if he had taken unjustly from some, he was ready to repay them fourfold.
ഈ ലോകത്തിൽ ധനത്തോട് തനിക്കുണ്ടായിരുന്ന ആസക്തി അവിടെ ഇല്ലാതാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. His former greed for money, we see that he was no longer having that. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് താൻ ഇവിടെ ശ്രമിക്കുന്നു. He was content and ready to put his trust in God. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവിധ എന്ന നിലയ്ക്ക് ഈ ലോകത്തിൽ ധനത്തോടുള്ള ആസക്തി ഇല്ലാതാകുകയും അതുപോലെ ദൈവത്തിൽ ആശ്രയം വെച്ച് നന്മ ചെയ്യുവാൻ സൽഗുണത്തിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുന്നതിനും വരും കാലത്തിൽ നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാനും ആജ്ഞാപിക്കുക. ഇത് പൂർണ്ണമായിട്ടും തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. True child of God will no longer have the greed for worldly wealth. He would be interested to give to others, and this is what we see that Zacchaeus experienced. നമുക്കറിയാം വളരെ മറ്റുള്ളവരിൽ നിന്ന് അന്യായമായിട്ട് പിടിച്ചു വാങ്ങുന്ന ധനം സമ്പാദിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് സക്കായിയെ കുറിച്ച് നമുക്ക് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. And we know that his former life was not like this. He was one who was greedy for wealth. ഇത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്. This is what the other people in society looked at. അതുകൊണ്ടാണ് കർത്താവ് അവരോടുകൂടെ പാർക്കുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. That's why the other people said, look at the Lord, he is staying with sinners. ഇവൻ പാപിയായ ഒരു മനുഷ്യനോട് പാർക്കാൻ പോകുന്നു എന്ന് പറയാനിടയായിത്തീർന്നത്. They murmured against what was happening. എന്നാൽ കർത്താവ് തന്റെ കൂടെ പാർക്കാൻ ആഗ്രഹിക്കുന്നില്ല അറിഞ്ഞാറെ തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം പൂർണ്ണമായിട്ടും താൻ അവിടെ തന്നെ പ്രകടിപ്പിക്കുകയാണ്. But the change that Zacchaeus immediately he showed forth that his life had changed there itself. അതിന് വേറൊരു സമയം വേണ്ടി വന്നില്ല. He didn't wait for a later time. കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യം വന്നില്ല. He didn't have to do a lot of Bible study. അതിന് കൂടുതലായിട്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശം തേടുകയോ വേണ്ടി വന്നില്ല. He didn't need to be taught by the disciples, and he didn't need a lot of study in order to get this change in his life. അവിടെ കർത്താവിനെ അറിഞ്ഞു മനസ്സിലാക്കി എന്നുള്ളതാണ് തന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റം. What changed was that he came to know the Lord Jesus. യേശു കർത്താവിനെ ഏറ്റവും വലിയ ധനമായിട്ട് താൻ അവിടെ എണ്ണി. And he counted the Lord Jesus as the biggest riches. അതുകൊണ്ട് തന്നെ തനിക്ക് തീരുമാനമെടുക്കാനായിട്ട് അധികം സമയം വേണ്ടി വന്നില്ല. So he didn't require much time to take these decisions. ആ കാലം അത്രയും സമ്പാദിച്ചു കൂട്ടിയതെല്ലാം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അതിന് താൻ തയ്യാറായി. All these years that he had worked and gathered so much of wealth, he would lose it. He understood that very well. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് നമ്മളെ എത്രമാത്രം സന്തോഷമുണ്ടെങ്കിലും ഈ സമ്പാദിക്കുന്ന പണത്തിൽ നിന്ന് ടാക്സ് കൊടുക്കുക, അത് നല്ലൊരു സംഖ്യ ടാക്സ് കൊടുക്കുക എന്നുള്ള അത്ര സുഖമുള്ള ഏർപ്പാടല്ല. And no matter how happy and even though believers we are, we do not feel happy when government takes a big chunk of your money as tax. വളരെ ദുഃഖത്തോടെ മാത്രമാണ് അത് പലരും കൊടുക്കാൻ ശ്രമിക്കുന്നത്. And people give the tax with a lot of unhappy way. എന്നാൽ ഇവിടെ അന്യായമായി പിടിച്ചുണ്ടാക്കിയ പണമെല്ലാം സക്കായി ഒറ്റ ക്ഷണം കൊണ്ടെല്ലാം തന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നു. But here we see Zacchaeus who has a lot of wealth. He is ready to part with it. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് പലപ്പോഴും അനുകരിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു കാര്യമാണ് സക്കായിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. And it is something that we also do not experience in our lives. ഒരുപക്ഷെ നാം പറയുമായിരിക്കും സക്കായി അന്യായമായിട്ട് സമ്പാദിച്ചതാണ്. We might say that he had gathered this wealth unjustly. അതുകൊണ്ട് തനിക്കത് കൊടുക്കുവാൻ ബുദ്ധിമുട്ടില്ല. That is why he is giving and ready to part away with it. പക്ഷെ നമുക്കറിയാം അന്യായമായിട്ട് സമ്പാദിച്ചതിന് അതിന് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നുള്ളത്. But we see that he is ready to not just give back what he gained unjustly, he is giving it 4 times. എന്നാൽ അതിൽ നിന്ന് തനിക്കുള്ളതിൽ നിന്ന് ദരിദ്രർക്ക് കൊടുക്കാനായിട്ടും താൻ ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. And he is also willing to part and share with his wealth with the poor. അതാണ് ഇതിന്റെ വ്യത്യാസം. So that is the difference. താൻ അന്യായമായിട്ടുള്ളത് അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ സമ്മതിച്ചതോടൊപ്പം തന്നെ തനിക്കുള്ളതിൽ നിന്ന് വീണ്ടും ദരിദ്രർക്ക് വീണ്ടും താൻ നൽകുവാൻ താൻ ആഗ്രഹിക്കുന്നു. He is giving back whatever he had gained unjustly, and more than that, he is willing to help his own money. താൻ അതിനെക്കുറിച്ച് ഇവിടെ പ്രതിജ്ഞ എടുക്കുന്നു. And
he is promising that here. തന്റെ ഹൃദയം പൂർണ്ണമായിട്ടും അത് ഒരു മാറിയിരിക്കുന്ന മാറ്റമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. And we can see that his heart has changed. താൻ നീതിയെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അന്യായം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എന്ന അവസ്ഥയിൽ നിന്ന് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു. He was an unjust man before, but now we see his heart is willing, he is searching for righteousness. ഇതാണ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം. താൻ ഉടനെ തന്നെ അത് പ്രകടമായിരിക്കുന്നു, ജീവിതത്തിൽ തന്നെ പ്രകടമാക്കിയിരിക്കുന്നു. And so we see that this change of heart is also reflected in his life. മത്തായി 7:20 പറയുന്നത്, In Matthew chapter 7:20. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. For by their fruits you will know them. വൃക്ഷത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതിന്റെ ഫലം കൊണ്ടാണ്. How we understand the tree is by the fruit. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക്. That is how we also come to know about അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചാൽ നമുക്ക് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. whether there is a change in their life. That is how we understand whether they are producing fruit for God or not. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്നാൽ, If a person comes before us saying he is saved, നമുക്കത് സ്വീകരിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. നമുക്ക് അവരുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. we cannot immediately, we have to accept them at their word because we do not know their heart. എന്നാൽ പോകെ അവരുടെ പ്രവൃത്തികളോട് അവർ തെളിയിക്കും അവരുടെ യഥാർത്ഥ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന്. But as time passes, you will come to know by the fruit whether they are truly saved or not. തീർച്ചയായും അപ്രകാരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. And that we can come to know. ഒരാള് പറയുന്നത് കേട്ട് നമുക്ക് താൽക്കാലികമായിട്ട് വിശ്വസിച്ചാൽ പോലും യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന അവരുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. And even though they may profess with their mouth temporarily, but what is the condition of the heart? It is internal. ഇവിടെ സക്കായിയുടെ ജീവിതത്തിലെ വ്യത്യാസങ്ങള് താൻ ഉടനടി പ്രാവർത്തികമാക്കിയത് അതിന്റെ ജീവിതത്തിൽ വന്ന വ്യതിയാനങ്ങൾ തന്നെ പ്രവർത്തികൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. And here we see that the heart's change is reflected in the actions that are done by Zacchaeus. തന്റെ സഡൻ ആക്ഷൻ ആണ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന റിപ്പന്റൻസ് അവിടെ വെളിപ്പെടുത്തുന്നത്. And this action is what is showing the repentance he experienced. ഇതാണ് കർത്താവിനെ കൊണ്ട് അവിടെ മറ്റുള്ളവർക്ക് മുമ്പിൽ വിളിച്ചു പറയുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം. ഇയാള് രക്ഷിക്കപ്പെട്ടവൻ അബ്രഹാമിന്റെ മകൻ എന്ന് പറയുവാനായിട്ട് സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. This is why the Lord himself gave the testimony that today salvation has come into this house. നാം നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സൗഭാഗ്യം ലഭിച്ചവരാണ് കർത്താവിനെ അറിയുവാനായിട്ട്. We are very blessed because we have come to know the Lord Jesus. നാം അറിഞ്ഞ പ്രകാരം നാം എത്രമാത്രം ചെയ്ത വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. And based on our knowledge of him, how much change has come in our life. സക്കായിക്ക് അത് തിരിച്ചറിയാൻ ഒരു നിമിഷമേ വേണ്ടി വന്നുള്ളൂ. For Zacchaeus, it took a very short time for that change to happen. പക്ഷെ നമ്മൾ വർഷങ്ങളായി ദൈവത്തെ അറിഞ്ഞവരെന്ന് നമ്മൾ സ്വയം മറ്റുള്ളവർക്ക് മുമ്പിൽ പറയുന്നു. But it's been many years since we claim to know God. പക്ഷെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് എത്രത്തോളം അത് സാധൂകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. Does our actions prove that? നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം നമുക്ക് എത്രമാത്രം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. By our life's testimony, are we able to uphold that? ഇന്ന് കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ അതായത് ഇപ്പോൾ സക്കായുടെ മുമ്പിൽ ഇതുപോലെ തനിക്ക് തന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം പറയുക കർത്താവിന് സാധിക്കുമോ? If the Lord was here in physical presence, would he give testimony like he gave for Zacchaeus regarding us? സക്കൈയോസ് തന്റെ ഉള്ളിലുണ്ടായ മാറ്റം മാത്രമല്ല പുറമേ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. And not just he had a change inside, that change was reflected in his action outside. പക്ഷെ നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഉള്ളിലെ മാറ്റമുണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. And we say that our change is in the inner life, but we are not able to show it outside. എന്നാൽ ചില ആളുകൾ പുറമേ അത് വളരെ അധികമായിട്ട് പ്രകടിപ്പിക്കും, പക്ഷെ അകത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. On the other hand, there are people who show much of it outside, but there is no change happening inside. പക്ഷെ ഈ രണ്ടു കൂട്ടരെ കുറിച്ചും കർത്താവ് സാക്ഷ്യം പറയാൻ സാധിക്കില്ല.
both these groups, the Lord is not able to give good testimony regarding them. കർത്താവിന്റെ ആ സാക്ഷ്യം മറ്റുള്ളവർക്ക് പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടായ മാറ്റം അത് പുറത്തും നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ മാത്രമേ സാധിക്കൂ. The Lord has to give a good testimony regarding us. Our inner life change has to come out to reflect it outside. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ വിചാരപ്പെടുത്തുവാനും നമ്മെ ഓരോരുത്തരും ദൈവം സഹായിക്കുമാറാകട്ടെ. Lord help us that we may examine our lives and be fruitful for Him. ദൈവം നമുക്ക് മാത്രം ഉണ്ടാകും. Because He is glorified.